കണ്ടാൽ പിന്നെ ഉണർച്ചയിലും കാണും. വേറെ ഒരാളെന്നെ സ്വപ്നത്തിൽ കണ്ടാൽ പിന്നെ ഉണർച്ചയിലും കാണും. സ്വപ്നത്തിൽ കണ്ടാൽ ഉണർച്ചയിൽ കാണും. കാണും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാണുമല്ലോ, അതിന് സ്വപ്നം വേണം. ഖബറിൽ സയ്യിദുനാ മുൻകർ നകീർ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യനോട് ചോദിക്കുക, മാ തഖൂലു ഫീ ഹാദർ റജുലീൻ, ഈ ആളെ പറ്റി നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കപ്പെടും. ഈ ആൾ എന്നാ പറയാ. ആരെ ഹാജരാക്കും? ഏതൊരു മനുഷ്യന്റെയും ഖബറിൽ മുഹമ്മദ് നബിയെ ഹാജരാക്കുന്നതാണ്. മാ തഖൂലു ഫീ ഹാദർ റജുലി, ഈ ആളെ പറ്റി നീ എന്ത് പറയുന്നു? അങ്ങനെയാ. നമ്മളത് വേറെ രൂപത്തിൽ പറയാണ്, മർ റബ്ബുക വമൻ നബിയുക എന്നൊരു കോലത്തിൽ പറയുന്നുള്ളൂ. പക്ഷെ എങ്ങനെയാ ചോദ്യം? മാ തഖൂലു ഫീ ഹാദർ റജുലി, ഈ ആളെ പറ്റി നീ എന്ത് പറയുന്നു എന്ന് പുണ്യ നബിയെ കണ്ടാൽ ചോദിക്കപ്പെടും. പുണ്യ നബിയെ കാണിച്ച് ചോദിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതത്തിന്റെ വേറൊരു ഹദീസും കൂടി പറയാം. താബിഈങ്ങളിൽപ്പെട്ട ഇമാം ഇബ്നു സീരീൻ രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ്, മൻ റആനി ഫിൽ മനാമി ഫലൻ യദ്ഖുലൻ നാറ, എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ നരകത്തിൽ കിടക്കുകയില്ല. എത്ര വലിയ ഭാഗ്യ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ? നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ? മൻ റആനി ഫിൽ മനാമി ഫലൻ യദ്ഖുലൻ നാറ, ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ നരകത്തിൽ കിടക്കുകയേ ഇല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ റബ്ബേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ റബ്ബേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഇഷ്ടം പോലെ സംഭവം. എത്രയാ സംഭവം. ഹബീബായ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാം. ചിന്തിക്കണം. സ്വലാത്ത് പെരുപ്പിക്കുന്ന ആളുകൾക്ക് മുസ്തഫ നബി സ്വപ്നത്തിൽ വരും. ഒരു മാർഗം സ്വലാത്തിനെ പെരുപ്പിക്കുക. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഗതിയാ. നിങ്ങൾ എന്താ വിചാരിച്ചത്? മാമിൻ സിക്കത്തിൻ മിൻ സിക്കക്കിൽ മദീന ഇല്ലാ വഫീഹൽ മലായിക, വഴിയിൽ പാറാവ് മലക്ക് നിൽക്കാത്ത ഒരു വഴിയും മദീനയിലില്ല. ഈ ഭൂമിയിൽ മലക്ക് പാറാവ് നിൽക്കുന്ന ഒറ്റ നാടുള്ളത് മദീന. എന്താണ് ഹദീസ്? മാമിൻ സിക്കത്തിൻ മിൻ സിക്കക്കിൽ മദീന ഇല്ലാ വഫീഹൽ മലായിക, മലക്കുകൾ പാറാവ് നിൽക്കാത്ത ഒരു വഴിയും മദീനയിൽ ഇല്ല. എല്ലായിടത്തും മലക്കുകൾ പാറാവുണ്ടാവും. മലക്കുകൾ പാറാവില്ലാത്തൊരു വഴി മദീനയിലില്ല. എവിടെയും മലക്കുകളുണ്ടാവും. ദുനിയാവിൽ ഒറ്റ നാട്ടിനാണ് മലക്ക് പാറാവ് നിൽക്കുന്നത്. അത് മദീനത്തു റസൂലില്ലാഹി. എന്താ വിചാരിച്ചത്? ആ റസൂലുള്ളാഹിനെ അങ്ങോട്ട് കാണുകയെന്ന് കഴിഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരി, ഈ ഹദീസുകളൊക്കെ രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരി എഴുതിയുണ്ടാക്കിയിട്ട് മദീനയിൽ പോയി. പക്ഷേ റൗളയിൽ കടന്നില്ല. റൗളന്റെ പുറത്തുള്ള ഒരു സ്ഥലത്ത് താമസിച്ചു ഇമാം ബുഖാരി. സ്വപ്നത്തിൽ വന്നിട്ട് അബൂ അബ്ദില്ല കയറി വന്നോന്ന് പുണ്യ നബി പറഞ്ഞാലേ ഞാൻ റൗളയിൽ കിടക്കുകയുള്ളൂ, മസ്ജിദ് നബവിയിൽ കിടക്കുള്ളൂ എന്ന് പറഞ്ഞു മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. മദീനന്റെ പുറത്ത് വന്ന് പാർത്തു. ദിവസങ്ങൾ കഴിഞ്ഞു. ഉറക്കത്തിൽ വന്ന് പുണ്യ നബി സമ്മതം കൊടുത്തു. ആര്? ലോകം കണ്ട മഹാനായ അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. ചിന്തിക്കണം. റസൂലുള്ളാഹിന്റെ സമ്മതത്തോടു കൂടിയേ മദീനയിൽ കിടക്കുള്ളൂ എന്ന് പറഞ്ഞു ഇമാം ബുഖാരി. റസൂൽ തന്നെ വന്നിട്ട് എന്നോടാണ് പറയാൻ. നബാത്തിയ ഖുത്ബ ഉണ്ടല്ലോ, നമ്മളെ എന്താ മുതൽ എന്നറിയാം. ഇബ്നു നബാത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹു എന്താണ് അതൊക്കെ മുതൽ ഞങ്ങൾ വിചാരിച്ചത്? റസൂലുള്ളാഹി ഫിൽ മനാമി, പുണ്യ നബിയെ സ്വപ്നത്തിൽ കണ്ടു. ഇബ്നു നബാത്തിൽ മിസ്രി റളിയല്ലാഹു റസൂലുള്ളാഹി ചിരിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, യാ സയ്യിദൽ ഖുതബാ, പ്രസംഗകരുടെ രാജാവേ വായെന്ന് തുറന്നുകൊണ്ടാൻ ഒന്ന് വായ തുറക്കുമോനെ എന്ന് പറഞ്ഞു എന്നോട് വന്നിട്ട്. ഞാൻ എൻ്റെ വായി തുറന്നു കൊടുത്തു.
ഞാൻ എൻ്റെ വായ കണ്ട് തുറന്നു. പുണ്യ നബി എന്റെ വായിലേക്ക് തുപ്പിത്തന്നു. ഉറങ്ങി നോക്കുമ്പോൾ, ഉണർന്ന് നോക്കുമ്പോൾ കസ്തൂരി ഇങ്ങനെ വാസനിച്ചു. തുപ്പുനീരിന്റെ അടയാളം പ്രത്യക്ഷമായി. എത്ര സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏതാ ഞാൻ ഈ ഹദീസ് പറയുന്നത്? മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫിൽ യഖ്ലാ ഔ ഫകഅന്നമാ റആനി ഫിൽ യഖ്ലാ. എന്നെ ഉറക്കത്തിൽ കണ്ടാൽ ഉണർച്ചയിൽ കണ്ടുപോലുപോയാ. നബി ഉറക്കത്തിൽ വന്നിട്ട് എന്തെങ്കിലും തന്നാൽ, നബി പോയാൽ ഉറക്കം കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങോട്ട് പറ, കയ്യിലുണ്ടാവും. അതാണ് രീതി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടു തടങ്കലിൽ ഇരിക്കുമ്പോൾ നോമ്പ് തുറക്കാൻ വെള്ളം കൊടുത്തത് മുഹമ്മദ് നബിയാർ. അതിന്റെ എത്രയോ കൊല്ലം മുമ്പ് പുണ്യ നബി മരിച്ചിട്ടുണ്ടല്ലോ. ഈ സംഭവം ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രികയുടെ എഡിറ്ററായിരുന്ന പി മുഹമ്മദ് കുട്ടിശ്ശേരി ഒരിക്കൽ തന്റെ ലേഖനത്തിൽ ഇത് അനുസ്മരിച്ചതും ഞാൻ ഓർക്കുന്നു. ഈ സംഭവം അൽ ബിദായിനെ ധരിച്ച് പി മുഹമ്മദ് കുട്ടശ്ശേരി തന്റെ അൽബിദാനെടുത്ത് ഈ സംഭവം ധരിച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ഉണർച്ചയിൽ വന്ന് വെള്ളം കൊടുത്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. കാരണം ദുന്നൂറൈനിയ, രണ്ട് പ്രകാശമുള്ള ആളാണ് ഇമാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ലൗ കാന ലി 40 ബനാതിൻ ലസവ്വജ്തുഹുന്ന ഉസ്മാന വാഹിദതൻ ബഅദ വാഹിദ. എനിക്ക് 40 പെൺകുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ കുട്ടികളെയും ഞാൻ ഒന്ന് മരിച്ചാൽ പിന്നെ ഒന്നെന്ന തോടിൽ ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നുവെന്ന് ഖാല റസൂലുള്ളാഹി. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സുൽത്താൻ അല്ലാഹു സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. സുൽത്താൻ സ്വപ്നത്തിൽ കാണാൻ തസൗഫിന്റെ ഇമാമിങ്ങൾ പറയുന്ന മറ്റൊരു മാർഗം ദലായിലുൽ ഖൈറാത്ത് നിത്യമാക്കലാണ്. ദലായിലുൽ ഖൈറാത്ത് കണ്ടിട്ടില്ലേ? ഓരോ ദിക്റുകളുണ്ട്, ഓരോ ദിവസത്തിന്റെ ദിക്റുണ്ട്, എല്ലാം ഓരോന്നും. ഒന്നിരിക്കൽ ബുധനാഴ്ച, വ്യാഴാഴ്ച ആ ദിവസങ്ങളിലൊക്കെ കാണും എന്നാണ്. ദലായിലുൽ ഖൈറാത്ത് കണ്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ ദലായിലുൽ ഖൈറാത്ത് ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടുമല്ലോ. സ്വലാത്തിനെ പെരുപ്പിക്കുക, ദലായിലുൽ ഖൈറാത്ത് പെരുപ്പിക്കുക. സ്വപ്നം കാണും. അന്റെ കൊടിക്കാന്ന് ആൾ പറയാൻ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സുൽത്താൻ സ്വപ്നം കാണുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, കോഴിക്കോട് ജില്ലയിൽ പാർക്കുന്നുണ്ട്. മലപ്പുറം ജില്ലക്കാരാണ്. ചിലപ്പോൾ കോഴിക്കോട് ജില്ലക്കാർ മലപ്പുറം ജില്ലക്കാർ കോഴിക്കോട് പാർക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരാൾ മലപ്പുറം ജില്ലക്കാരനായ ഒരാൾ കോഴിക്കോട് താമസിക്കുന്നുണ്ട്. അയാൾ ഇടക്കിടക്ക് സുൽത്താൻ സ്വപ്നം കാണും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇടയ്ക്ക് സ്വപ്നം കണ്ടാൽ ചിലപ്പോൾ എന്നെ വിളിക്കാറുണ്ട്. ഇവിടെ ഈ കോഴിക്കോട്ട് ഒരാളുണ്ട്, ഇടക്കിടക്ക് എന്നെ വിളിക്കാറുണ്ട്. ഹബീബ റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്നവരാണ്. ഇടക്കിടക്ക് കാണാറുണ്ട്. അതിൻ്റെ അപ്പുറം ചില വിഷയങ്ങളുണ്ട്, അത് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് ചില വിഷയങ്ങളുണ്ട്, അത് പിന്നെ സിറായതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. വളരെ നേട്ടമുള്ളവരാണ്. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്ന ശൈത്താന ലാ യതമസലു ബി. അപ്പോൾ അതിനു വേണ്ടി ഓരോ മുഅ്മിനും കൊടിക്കേണ്ടതാവുന്നു. അതിനുവേണ്ടി ആഗ്രഹിക്കണം, സ്വലാത്തിനെ പെരുപ്പിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. 18 ദിവസമാണ് ഇമാം ഇബ്നു നബാത്തത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹു 18 ദിവസമാണ് പിന്നെ ജീവിച്ചത്. കസ്തൂരി ഇങ്ങനെ പ്രവഹിച്ചു വായിൽ നിന്ന്. 18 ദിവസം മരിച്ചുപോയി ഇബ്നു നബാത്തത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹം സയ്യിദുൽ ഖുതബാ ആണ്. ഹബീബായ നബിയെ സ്വപ്നം കണ്ട ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടം പോലെ ഉണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഒരുപാടുണ്ട്. അമ്പിയാക്കളെ സ്വപ്നം കാണാം. അമ്പിയാക്കളെ ഒരാൾ ആദം നബിയെ സ്വപ്നത്തിൽ കണ്ടാൽ ശത്രുവിനേക്കാൾ വഞ്ചിതനാകാൻ സാധ്യതയുണ്ട്. ആദം നബിയെ സ്വപ്നം കാണാം, നല്ല കാര്യമാണ്. പക്ഷേ യഫൂസു ആഖിറൻ, അവസാനം വിജയിക്കും. മനസ്സിലായില്ല? ഒരാൾ ആദം നബിയെ സ്വപ്നത്തിൽ കണ്ടാൽ ഒരു ഈത്തപ്പനയുടെ അത്ര വലുപ്പുണ്ടായിരുന്നു. മുടി നീണ്ട് ഒരു ഈത്തപ്പനന്റെ അത്ര വലുപ്പുണ്ടായിരുന്നു. ആര്? ആദം നബി അലൈഹിസ്സലാം. ഒരു ഈത്തപ്പനയുടെ അത്ര വലുപ്പുണ്ട്. ലക്ഷ്യം പിടിച്ച അരീസാണ്, സ്വഹീഹ് ഹദീസാണ്. തുഹഫയടക്കം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീണ്ട മനുഷ്യൻ.
ഒരു ഈത്തപ്പനയുടെ അത്ര വലുപ്പുണ്ടായിരുന്നു. ആ ഈത്തപ്പന എത്ര വലുപ്പുണ്ടായിരുന്നു എന്ന് അള്ളാഹു ആലം. ചിലപ്പോൾ ഈത്തപ്പന തന്നെ പിൽക്കാലത്ത് വലുപ്പം കുറഞ്ഞതുമാവാം. അങ്ങനെ 18-ാം പട്ടാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ കുറഞ്ഞൊക്കെ വരാം.